നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർഗീയ പാർട്ടികളായിട്ടുള്ള ബി.ജെ.പിയും അതുപോലെ മുസ്ലിം ലീഗും കേരളത്തിലെ ഇലക്ഷനിൽ മത്സരിക്കുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഏകദേശം 15 മുതൽ 18 സീറ്റ് വരെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ 20 സീറ്റിൽ മത്സരിക്കുന്നു. എന്നാൽ ഇതുപോലെ തന്നെ വർഗീയ പാർട്ടിയായിട്ടുള്ള ബി.ജെ.പി 0 മുതൽ 1 സീറ്റിൽ, ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രം വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ വിജയിക്കാൻ വളരെ സാധ്യതയില്ല. സാധാരണ വർഷങ്ങളായിട്ട് അവര് നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചിട്ടില്ല. ഒരു രാജഗോപാൽ മാത്രമേ ഒന്ന് വിജയിച്ചിട്ടുള്ളൂ. അവർക്ക് എല്ലാ വർഷവും 140 സീറ്റ് തെരഞ്ഞെടുപ്പിൽ വെറും 0 സീറ്റാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പൊ 15 വർഷമായിട്ട് കേരളം ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയാണെങ്കിൽ പോലും അവർക്ക് ആഹ് 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. കേരളത്തിൽ അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. എന്നാൽ ഇതുപോലെ തന്നെ ഒരു വർഗീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിന് ഏതാണ്ട് 10, 12 സീറ്റ്, 15 സീറ്റ് കിട്ടുന്നു. അതുപോലെ കേരള കോൺഗ്രസിന് കിട്ടുന്നു. ഇതെല്ലാം ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ്. അതുപോലെ നായന്മാരെ ചെയ്യുന്ന കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിന് സീറ്റ് കിട്ടുന്നു. പക്ഷേ ബി.ജെ.പിക്ക് ഒരു സീറ്റും കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ മുസ്ലിം ലീഗും അതുപോലെ മറ്റ് പാർട്ടികളും എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് ഒന്നുകിൽ കോൺഗ്രസ് ആയിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPI അല്ലെങ്കിൽ LDFുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. കേരളത്തിൽ പ്രമുഖമായ രണ്ട് പാർട്ടികളാണല്ലോ, ഒന്ന് കോൺഗ്രസും LDFും. ഒന്നുകിൽ ഇവർ ഭരണപക്ഷത്തിൽ വരും, പ്രതിപക്ഷത്ത് വരും. ഇങ്ങനെയാണ് സാധാരണ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ശക്തമായ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവുമുള്ള ഒരു സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇവരുടെ ഈ കേരള കോൺഗ്രസിന്റെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും അതുപോലെ ബി.ജെ.പിയുടെയും ഒക്കെ ആണെങ്കിലും അവർ പറയുമ്പോഴേക്കും മതേതരത്വം പറയുമെങ്കിലും മുഖംമൂടി ഇടുന്നതിലും അവർ അടിസ്ഥാനപരമായിട്ട് ഇവരെല്ലാം വർഗീയ പാർട്ടികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള മുസ്ലിം ലീഗൊക്കെ 100% വർഗീയ പാർട്ടി തന്നെയാണ്. പക്ഷെ അവരുടെ എപ്പോഴും അണിഞ്ഞിരിക്കുന്ന ഒരു മതേതരത്വത്തിന്റെ മുഖംമൂടിയാണ് അണിഞ്ഞിരിക്കുന്നത്. ബി.ജെ.പിയും അതുപോലെ തന്നെയാണ്. ബി.ജെ.പി പറയുന്നത് അവര് മതേതര പാർട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവർക്കും ഒരു വർഗീയതയുടെ ഒരു മുഖംമൂടി അവർക്കുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. അവർക്ക് മതേതരത്വമായ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പം അവർക്ക് ഇവർക്കെല്ലാം ഒരു വർഗീയതയുടെ മുഖംമൂടിയുണ്ട്. ഇങ്ങനെയുള്ള പാർട്ടികൾ വിജയിക്കാതിരിക്കാനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ബി.ജെ.പി വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് അവർ പ്രതിദാനം ചെയ്യുന്നതും അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് പറയപ്പെടുന്നതുമായ ഹിന്ദു സമൂഹം ഒന്നടങ്കം അവർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹിന്ദു സമൂഹത്തിൽപ്പെട്ട കുറെ ആളുകൾ കോൺഗ്രസിലും അതുപോലെ കുറെ ആളുകൾ LDFിലും ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഈ ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ബി.ജെ.പിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വളരെ ചുരുക്കം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ വോട്ടുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് കിട്ടുന്നത്. പിന്നെ ബി.ജെ.പി പ്രതിദാനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണിക്കൽ ഹിജമണിയാണ്. ഈ ബ്രാഹ്മണിക്കൽ ഹിജമണി ഹിന്ദു മതത്തിൽ വളരെയധികം ജാതികളുണ്ട്. കേരളത്തിൽ തന്നെയാണെങ്കിൽ പല ജാതികളുണ്ട്. 3, 4, 5, 6 അധികം ജാതികളുണ്ട്. അങ്ങനെയുള്ള ജാതികൾക്ക് ഒരിക്കലും ഈ ബ്രാഹ്മണിക്കൽ ഹിജമണി അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരുടെ അടിസ്ഥാനപരമായ രീതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക, രാവിലെ എഴുന്നേറ്റ് ഗോമാതാവിനെ പൂജിക്കുക, അതുപോലെ ഗോമൂത്രം സേവിക്കുക, അതുപോലെ ഒരിക്കലും ബീഫ് കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഈ പാർട്ടിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ടി വരുമെന്ന് ആളുകൾ പേടിക്കുന്നു. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇപ്പോൾ യുവജനങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് പൊറോട്ടയും ബീഫും. അവർക്കത് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ കുറച്ച് പ്രായമായവരുടെയും ഒക്കെ ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കപ്പയും ബീഫും. അതുപോലെ കപ്പ ബിരിയാണി. ഇതിലും ബീഫ് ഒരു അനിവാര്യ ഘടകമാണ്. അതുപോലെ ബീഫ് ഫ്രൈ, ബീഫ് ചില്ലി, ബീഫ് ലിവർ ഫ്രൈ, പോട്ടി ഫ്രൈ, ഇങ്ങനെയുള്ള ബീഫിന്റെ നിരവധി വിഭവങ്ങൾ മലയാളികൾ ആസ്വദിക്കുന്നതാണ്. ബി.ജെ.പി ഭരണത്തിൽ വരികയും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തീവ്ര വിഭാഗം ഇതിനെല്ലാം ഒരു നിരോധനം ഉണ്ടാകും എന്നും ഇവര് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ ഒരു വളരെ വിലനിലമാണ് ഈ ബി.ജെ.പി ഹിന്ദുമതത്തിൽ തന്നെയുണ്ട്. അതുപോലെ ഇപ്പൊ പരിഷ്കൃത സമൂഹം ഒന്നും ഫോളോ ചെയ്യാറില്ല എങ്കിൽ പോലും ഈ ബി.ജെ.പി കുറെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോമൂത്രപാനം. അതുപോലെ ഷഡ്ഡിടാനന്ദ സ്വാമികൾ പിന്നെ ഈയിടയ്ക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് തുണി കൊടുക്കാത്തൊരു സ്വാമി ചാരമൊക്കെ പൂശി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ബി.ജെ.പി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മതത്തിൽപ്പെട്ട ആളുകൾക്കും അതുപോലെ ബ്രാഹ്മണരല്ലാത്ത ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ബ്രാഹ്മണർക്കും സമൂഹത്തെ ഹിന്ദുക്കളിലെ ഉന്നത കുലരുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അത് ഇവരുടെ ഈ ബി.ജെ.പിയുടെ ആശയങ്ങൾ ഒരുപക്ഷെ യോജിക്കാൻ കഴിയും. കാരണം അവർ വെജിറ്റേറിയൻ ഭക്ഷണത്തെ ഒരു ഒരു ആരാധനയോടെയും ബഹുമാനത്തോടെയും ഒക്കെ കാണുന്ന ആളുകളാണ്. അല്ല, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന
അല്ല ഒരു നല്ല വിഭാഗം ആളുകൾ ഹിന്ദുക്കളിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ബിജെപിയെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ബിജെപി ഭരണം നടത്തിയിട്ടുള്ള ഗുജറാത്തിലെ ഒരു വിഭാഗം ആളുകൾ നേരത്തെ നോൺ വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ എനിക്കറിയത്തില്ല. അവരുടെ പേരെനിക്കറിയത്തില്ല. അവര് വളരെ നിർബന്ധിതപൂർവ്വമായി അവരെ വെജിറ്റേറിയൻസ് ആക്കി മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. അവരിന്ന് വെജിറ്റേറിയൻ ആണ്. അവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അവരുടെ പശുക്കളെല്ലാം പാലും കാര്യങ്ങളെല്ലാം അവർ കറന്നു വിൽക്കുന്നു. ആ പശുക്കൾ വയസ്സാകുമ്പോൾ അത് റോട്ടിൽ കിടന്ന് ചത്തുപോകണേ. കാരണം അതിന് കഴിക്കാൻ അവരെ സമ്മതിക്കാറില്ല. ഈ രീതിയിലുള്ള ഒരു വലിയ പ്രശ്നം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഇതര വിഭാഗക്കാരായ ആളുകൾ വിശ്വസിക്കുന്നു. അത് കാരണങ്ങൾ കൊണ്ട് അവർ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നില്ല. ഹിന്ദുക്കളിലെ തന്നെ വളരെ പ്രബലമായിട്ടുള്ള ഈഴവ വിഭാഗവും നായർ വിഭാഗവും ഒക്കെ ബിജെപിയുടെ ഇങ്ങനെയുള്ള ഈ ബ്രാഹ്മണിക്കൽ ഹിജമണി അതുപോലെയുള്ള ബ്രാഹ്മണിക്കൽ അജണ്ടകളുമായിട്ട് യോജിക്കാതെ അവർ മാറി നിൽക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേരളത്തിൽ ബിജെപി ക്ലച്ച് പിടിക്കാത്തത്. എന്നാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരെന്നും ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചേർന്നാണ് നിൽക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിനോട് ചേർന്നാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽപ്പെട്ട ആളുകളുടെ ഒരു വോട്ട് അവർക്ക് ലഭിക്കുന്നു. മുസ്ലിങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ടും അവർക്ക് ലഭിക്കുന്നു. അത് കാരണങ്ങൾ കൊണ്ട് അവർക്ക് വളരെ സുഗമമായിട്ട് ജയിച്ചു പോകാൻ പറ്റുന്നു. അവരുടെ ഭൂരിപക്ഷം വളരെയാണ്. അവർ മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്ത് കോൺഗ്രസിന്റെ വോട്ട് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ആശയങ്ങളുമായിട്ട് ഉൾക്കൊണ്ടൊക്കെയാണ് അവർ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു വർഗീയ പാർട്ടിയുടെ പരിവേഷം ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ്സുകാരായ ആൾക്കാരെ വോട്ട് ചെയ്യുന്നു. അതുപോലെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നു. അങ്ങനെ ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടും കൂടെ ലഭിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജയിച്ചു പോകുന്നുണ്ട്. ഇതെങ്ങനെയാണുള്ളത്. ബിജെപി എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റ് ഈ 2 പാർട്ടികളുമായിട്ട് യാതൊരു അലയൻസും ഇല്ല. അവർ ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതും അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമഡി പീസുകളായിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെയാണ് നിൽക്കുന്നത്. റോബിൻ രാധാകൃഷ്ണനെ പോലെ യാതൊരു ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ബിജെപി വോട്ട് കച്ചവടം നടത്തുന്നുണ്ട് എന്ന് ഉള്ള ഒരു ആരോപണവും ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട്. പല സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ നമുക്ക് അവർ വോട്ട് കച്ചവടം നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ സ്ഥാനാർത്ഥികളൊന്നും ഒരു റെലവൻസി ഇല്ലാത്ത സ്ഥാനാർത്ഥികളാണ്. എന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ നിർത്താതെ ബിജെപിയിൽ തന്നെ പ്രവർത്തിച്ച് കണ്ട പ്രാന്തപ്രചാരകരും പന്നപ്രചാരകരും അങ്ങനെയുള്ള കുറെ ഇവരുടെ പ്രചാരകന്മാരായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയുള്ള ആളുകളെയൊക്കെ പിടിച്ച് നിർത്തുവാണെങ്കിൽ കുറെ വോട്ടുകളും അവർക്കൊരു ഗ്രൗണ്ട് പരിചയമുണ്ട്. പക്ഷെ അവർ അങ്ങനെയുള്ള ആളുകളെയൊന്നും അല്ല നിർത്തുന്നത്. ഏതെങ്കിലും വല്ല സെലിബ്രിറ്റികളെ ബിഗ് ബോസോ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരെയൊക്കെ പിടിച്ച് നിർത്തി ഒരു ഉണ്ടാക്കി അവർക്ക് ജയിക്കണമെന്ന് താല്പര്യമില്ലാത്ത രീതിയിലാണ്. ഇപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും 3 സീറ്റൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പാലായിൽ ഷോൺ ജോർജ് ജയിക്കും എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അതൊന്നും ജയിക്കാൻ സാധ്യതയില്ല. കാരണം മാണി സി കാപ്പൻ ബഹുദൂരം മുന്നിലായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. പറയുമ്പോൾ ഷോൺ ജോർജ് ഇപ്പൊ ജയിക്കും ഭയങ്കരാന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നാണ് ഗ്രൗണ്ടിലുള്ള ആളുകൾ പറയുന്നത്. ഇങ്ങനെ പിന്നെ പി.സി. ജോർജിന്റെ കാര്യം പിന്നെ പറയണ്ട. ജയിക്കാൻ സാധ്യത ഉണ്ടോന്നൊന്നും അറിയത്തില്ല. സാധ്യത വളരെ കുറവാണ് പി.സി. ജോർജിനൊക്കെ. ഇങ്ങനെ 1, 2, 3 മണ്ഡലങ്ങൾ മാത്രമേ അവർക്ക് പ്രതീക്ഷയുള്ളൂ. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വട്ടിയൂർക്കാവ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു 3, 4 മണ്ഡലങ്ങളെ അവർക്ക് പ്രതീക്ഷയുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ സുരേന്ദ്രന്റെ മണ്ഡലം മഞ്ചേശ്വരം പ്രതീക്ഷിക്കുന്നു. ബാക്കി ഒരു മണ്ഡലത്തിലും അവർക്ക് സാധ്യതകളില്ല. ഇവരുടെ സ്ഥാനാർത്ഥി നിർണയവും പിന്നെ അവരുടെ ഈ വർഗീയതയും അതുപോലെ അവർ കൊടുക്കുന്ന ഫീഡിങ്ങും മറ്റ് ഹിന്ദു വിഭാഗങ്ങളെ പോലും അവരിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കേരളത്തിൽ ബിജെപിക്ക് സീറ്റുകൾ വളരെ കിട്ടാത്തത്. എന്നാൽ ഇന്ത്യ 10 വർഷമായി ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമാർക്കും അവർക്ക് ഒരു 1, 2 സീറ്റ് കിട്ടേണ്ടതാണ്. പക്ഷെ അവരുടെ ഈ കയ്യിലിരിപ്പും ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ മൂലമാണ് അവർക്ക് സീറ്റ് കിട്ടാത്തത്. താങ്ക് യു.